സോ പിന്നെ ഇന്നത്തെ ചാലഞ്ചിൽ ആങ്കർ ഇല്ല. നന്നായി ഇല്ലാത്ത നല്ലത്. ഉള്ളപ്പോഴൊക്കെ ശകുന. ഇന്നൊരു ഫുള്ള് ഭാഗ്യക്കളിയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഭാഗ്യം ഉണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് നോക്കണം. ഇല്ല, എനിക്ക് ഭാഗ്യമില്ല. അതെങ്ങനെ എനിക്കറിയത്തില്ല ഗൈസ്. നമുക്ക് കണ്ടറിയാനേ പറ്റത്തുള്ളൂ. എന്തായാലും ഗൈസ് ഇപ്രാവശ്യം നമ്മുടെ ഡോം ഉണ്ട്, റാഷിക് ഡിവി ഉണ്ട് ആൻഡ് എഡ്വിൻ ബിസി ഉണ്ട് ഗൈസ്. അപ്പൊ ഈ 3 പേരായിരിക്കും ഇന്നത്തെ ചാലഞ്ചിലുള്ളത്. ഫസ്റ്റത്തെ റൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്തുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. 1 മില്യണിൽ ഓരോ 2 സർപ്രൈസ് ഉണ്ട്. ഫസ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ബൗൾ എത്തിയിട്ടുണ്ട്, 3 പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ ആണ് ഗൈസ് ഒക്കെ നമ്മുടെ ഫസ്റ്റത്തെ റൗണ്ടിൽ വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഫുള്ള് കിട്ടുന്ന ആൾക്ക് ഫുൾ ആപ്പിൾ കഴിക്കാവുന്നതാണ് ആൻഡ് ഹാഫ് കിട്ടുന്ന ആൾക്ക് ഫുൾ ആപ്പിൾ അല്ല ഗൈസ്, ഇതിന്റെ ഹാഫ് പകുതിയാണ് ഗൈസ് കിട്ടുള്ളൂ. പകുതി നമ്മുടെ ക്രൂവിന് പോകുന്നതായിരിക്കും. ഇനി നെത്തി കിട്ടുന്ന ആൾക്ക് പിന്നെ ഒന്നുമില്ല, പ്ലേറ്റ് പോലും ഇല്ല, വെറുതെ ശരിയാണല്ലോ. ഇത് ക്രൂവിൽ ഞാൻ ഇതിനകത്തൊന്നും കിട്ടാൻ പോകില്ല. ആരാദ്യം എടുക്കുന്ന തുറക്കില്ല, ഇപ്പൊ തുറക്കില്ലേ, ഡോം എടുത്തോ ഗൈസ്. ഓക്കെ, ഡോം ഇറക്കുവാണേ. ഹാഫ് ശരിയല്ല, അവരേക്ക് ഹാഫ് കിട്ടുമല്ലോ. നീല്ല, നിങ്ങൾ പറഞ്ഞോ. എനിക്കൊന്നും കാണാനുള്ള ത്രാണിയില്ല. ഞാൻ തുറക്കണോ ഗൈസ്? എനിക്ക് കാണാനുള്ള ത്രാണിയില്ല, അതുകൊണ്ട് ഞാനീ തുറക്കട്ടെ. ഫസ്റ്റത്തെ റൗണ്ടിൽ തന്നെ ഇവിടെ കളികൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്കിതൊന്നും യോഗയില്ല. ബ്രോ എന്താണ് അത് മാത്രം നോക്കിയെടുത്തത്? ബാക്കി 2 പേപ്പർ അതിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു, അത് എടുക്കാണ്ട്. ഞാനൊരു കാര്യമുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനിത് എടുക്കാൻ നേരത്ത് എന്തെങ്കിലും രാസപ്രവർത്തനം, എന്തെങ്കിലും അത്ഭുതം നടന്ന് അക്ഷരങ്ങളൊക്കെ മാറി എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയൊക്കെ എടുത്താലും എനിക്ക് ഇങ്ങനെ വരും. അതെന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാവാത്തത്. എന്തോ ഉണ്ട് കേട്ടോ. നീ എന്താ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ടോ? അതെ, സത്യം. ആപ്പിളും കഴിക്കാല്ലേ, കിടില ആപ്പിള് കേട്ടാ. സത്യം നല്ല ചൊകാന്നിരിക്കുന്നു. ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിള. ചിരിപ്പിക്കല്ലേ, വാ. ഇത് അണ്ണാക്കി പോയി കുത്തി ഇറക്കാൻ കൂടി പറ്റൂല. പകുതി ക്രൂവിന് കൊടുക്കാം അല്ലേ? ക്രൂവിന് കൊടുക്കാം. അതങ്ങ് മാറ്റി പോയി വലിയ പണി കാണും. നമ്മുടെ ആപ്പിളാണ് കഴിച്ചു നോക്കിയാൽ. പക്ഷെ ലാസ്റ്റ് റൗണ്ടൊക്കെ വരുമ്പോഴാണ് അടിപൊളി ഫുഡ് ഐറ്റം ഉണ്ടാവുക. അപ്പോഴാണ് അതിന്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. ഈ ചലഞ്ച് ഞാൻ പട്ടണിക്കില്ല. ഭാഗ്യം വരും, ഞാനാ പറയുന്നത്, ഭാഗ്യം വരും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ ആപ്പിളിന്റെ റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ 2ാമത്തെ റൗണ്ടിലേക്ക് ഭാഗ്യം ഉണ്ടാവില്ലേ? കഴിക്കാതില്ല, നിങ്ങൾ തെറി പറയും ഫുള്ള്. അപ്പൊ എന്തായാലും നമുക്ക് ചാലഞ്ചിലെ 2ാമത്തെ റൗണ്ടിലേക്ക് പോവാം ഗൈസ്. അപ്പൊ 2ാമത്തെ റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? മറ്റേ ഒരു പാൻ കേക്ക് പോലത്തെ. പാൻ കേക്ക് അല്ല ഇത്? അല്ല ഗൈസ്, വട്ടത്തില്ല. അതിന്റെ ആ ഒരു ടൈപ്പ് സാധനം. ഇത് ചതുരത്തിൽ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ആ ഒരു കേക്കാണ് നമ്മുടെ വാനില ഫ്ലേവർ ആണ് ഗൈസ്, കേക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഫുൾ കിട്ടുന്ന ആൾക്ക് ഈ പാക്കറ്റ് മൊത്തം കഴിക്കാൻ കിട്ടുന്നതായിരിക്കും. പാക്കറ്റ് വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, അല്ല പിന്നെ ഓക്കെ ഗൈസ്. അതുപോലെ തന്നെ ഹാഫ് കിട്ടുന്ന ആൾക്ക് ഇതിന്റെ ഹാഫ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നത്തിങ് കിട്ടുന്ന ആൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എഡ്വിൻ ബിസി ആദ്യം എടുത്ത സ്ഥിതിക്ക് ആരാണ് അത് എടുക്കുന്നത്? ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഏത് കിട്ടിയാലും ഐ എം ഹാപ്പിയാണ്, യു നോ ഗൈസ്. അപ്പൊ ഞാൻ എടുത്തു, ഡോം എടുത്തു. ഇനി നമ്മുടെ എഡ്വിൻ ബിസിയും കൂടി എടുക്കേണ്ടത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ഡോം ആദ്യം തുറന്നല്ലേ, ഇപ്രാവശ്യം ഞാൻ ആദ്യം തുറക്കാം. തുറക്കട്ടെ. തുറക്കുവാണേ. ആദ്യത്തെ ആൾക്ക് മാത്രം ഹാഫ് കിട്ടുന്നേ ഗൈസ്. നമ്മള് സേഫ് ആയി. ഇനി ഡോം തുറക്കല്ലേ. അയ്യോ, ആവേശമൊക്കെ പോയി കിട്ടിയോ. ഭാഗ്യം പറഞ്ഞ ഭാഗ്യം വരുന്നുണ്ട്. പറഞ്ഞല്ലോ ഭാഗ്യം. ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഞാൻ വിട്ടു. അതങ്ങനെ ഉള്ളിൽ എഴുതിയത് മാഞ്ഞു പോയിട്ട് ട്രാൻസ്ഫർ ആവുന്ന കാര്യം. ഓക്കെ ഗൈസ്, അപ്പൊ ഫുള്ള് കിട്ടിയത് നമ്മുടെ എഡ്വിൻ ബിസിബിക്കാണ്. അതുപോലെ തന്നെ ഹാഫ് കിട്ടിയത് നമ്മുടെ ഡോമിനല്ല, എനിക്കാണ്. ഓക്കെ, ഡോമിന് കാഞ്ച ഈ പ്ലേറ്റ് ഒക്കെ മടക്കി വെച്ച് തുടച്ച് വൃത്തിയാക്കാം ഗൈസ്. ഇതിന്റെ പകുതി ഉള്ളൂ എനിക്ക്. അതെന്തിനാ പൊടിയൊക്കെ സാരില്ല, പൊടി തുടച്ചോളാം. വാനില കിടിലുമായിരിക്കും ഗൈസ്. ഇതിന്റെ ഹാഫ് കഴിക്കാൻ ഒരു പൂതി ഗൈസ്. ഇതുപോലെ ചെറിയ ഫുഡൊക്കെ വരുമ്പോൾ അങ്ങനെ ഫുള്ള് മാവ് കിട്ടും. ഇനി മെയിൻ ഫുഡ് വരുമ്പോൾ ഞാൻ 3G ആവും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്ത് കളറാ നോക്കിയേ. ഇത് വേറെ കളർ, അത് വേറെ കളർ. ഇത് പഴയതാ. 1 2 3 4 5 6 7 8 9 10
11, 12, 13, 14. 14 ഹാഫ് 7 അല്ലേ? 1, 2, 3, 4, 5, 6, 7. ഇത്രയും എന്റേതാണ്. ബാക്കി ക്രൂവിന്. ഇത് കൊള്ളാം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാ. സാധാരണ കഴിക്കൂലൊന്നുമില്ല. ചെറിയ ചൊറിയൊന്നും കിട്ടിയല്ലോ ഇതിലൊക്കെ. ഇതിലൊക്കെ ഹതഭാഗ്യവാനെന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യവാൻ വരില്ല. അതൊക്കെ തന്നെ. അത് മാത്രല്ല ഇതിനകത്ത് മറ്റേ സൈഡിലൊക്കെ ചെറിയ ചെറിയ ചോക്ലേറ്റിന്റെ ഫ്ലേവറും കയറി കിടപ്പുണ്ട്. ഈ സാധനം ഉണ്ടോ? എനിക്ക് സങ്കടം വരുന്നത് ഡോമിന്റെ ഫേസ് കൊണ്ട് എനിക്ക് സങ്കടം വരുന്നത്. അടുത്ത പ്രാവശ്യം ഞാനിങ്ങനെ ഇരിക്കണ്ടേ? അടുത്ത റൗണ്ടിലാണ് ഡോമിന് നത്തിങ് കിട്ടണെന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. ഓക്കെ ഗായ്സ്, നമുക്ക് ഈ ഒരു ചാലഞ്ചിലെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഗായ്സ്. ഇതല്ല ഇത്. ഓക്കെ ഗായ്സ്, അപ്പൊ ലെറ്റ്സ് ഗോ. ഗായ്സ്, നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ടിൽ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഗായ്സ് നമ്മൾ വെച്ചിട്ടുള്ളത്. എന്റെ റൈറ്റ് സൈഡിൽ ഇവിടെ ബൗളില് ഫുൾ ആണ് ഗായ്സ് ഉള്ളത് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഹാഫ് ആണ് ഗായ്സ് ഉള്ളത്. ഓക്കെ, എന്റെ നെത്തിങ് എവിടെയോ ഉണ്ട്, എവിടെയൊക്കെ മാറി നടക്കുന്നുണ്ട്. ആർക്കാന്ന് അറിയില്ല കിട്ടാൻ വേണ്ടി പോകുന്ന ഗായ്സ്. എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് നോക്കാം. പൊന്നു അഥവാ കിട്ടിയില്ലെങ്കിൽ പണി പാടും. ഇത് എനിക്കുള്ള പണിയാണ് തോന്നുന്നു ഈ റൗണ്ടില്. ഓക്കെ, എന്തായാലും ഗായ്സ് അപ്പോ എടുത്തോ. ആരെടുത്താലും ഭാഗ്യമുള്ള പോലെ കിട്ടും ഗായ്സ്, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പൊ പ്രാവശ്യം ഞാൻ തന്നെ തുറക്കാം. ആരൊക്കെയാണ് ഇപ്രാവശ്യം എന്നുള്ളത് അറിയില്ല. തുറക്ക് രണ്ടാമത് തുറക്കുന്ന ആൾക്ക് നത്തിങ് ആണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്ക് നോക്കാം ആരാ തുറക്കുന്നേ. തുറക്ക് എന്താണോ ഹാട്രിക് അടിക്കണ്ടോ? എന്താ പറയാ, ഈ പ്രാവശ്യം രണ്ടാമത് തുറക്കുന്നല്ല മൂന്നാമത് മാറിപ്പോയി. ഇപ്രാവശ്യം സമയം തെറ്റി വന്നിരിക്കുന്ന സമയത്തിൽ എന്തോ പ്രശ്നമുണ്ടോ? എനിക്കെന്തോ വലുത് വരാനിരിപ്പുണ്ട് കേട്ടോ. എന്തോ വലുത് വരാനിരിപ്പുണ്ടോ? ഫുൾ ഇതാണ് നിന്റെ ഫുൾ. അല്ല എനിക്ക് ഇങ്ങനെയൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വലുതാ വരാതിരിക്കണല്ലേ. ചില പറയുന്നത് സീലിംഗ് ഒക്കെ പൊളിഞ്ഞപ്പോ താഴെ വീഴും. ഗൈസ്, അപ്പോ എന്തായാലും ഹാഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ള് എഡ്വിൻ BCB. ഡോമേ സാരല്ല ഡോമേ, ഇതെന്താ വരാത്ത? ഇതൊന്നും ഓട്ട ആയില്ലേ ഗൈസ്? ചതിച്ചതാ. നിന്നെ ഒന്ന് കുറച്ച് തന്നെ ഗൈസ്. അപ്പൊ നമ്മുടെ കെച്ചപ്പ് ഭയങ്കര ക്രിസ്പി കേട്ടോ. ആണോ? ഭയങ്കര ക്രിസ്പിയാ. അതാരാ? വീടിനടുത്തോളാം. എക്സ്പീരിയൻസ് ഉണ്ടോ? എങ്ങനെയാണ് കറക്റ്റ് ഞത്തിങ് നോക്കിയെടുത്തത്? ഇതിന് വല്ല ട്രിക്കും ട്രിക്കും വല്ലതും ഉണ്ടോ? എല്ലാ റൗണ്ടിലും എങ്ങനെ കിട്ടുന്നുണ്ടോ? സേവയാ അത് തിന്നാനില്ല. അങ്ങനെയാണോ സേവ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണോ? അപ്പൊ ലാസ്റ്റ് കിട്ടിയില്ലെങ്കിലോ? എങ്ങനെ അറിയോ, ഇത്രയും ക്രിസ്പി ഉള്ള സാധനം നമ്മളിവിടെ നിന്നിട്ട് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കാം. സത്യം. എന്നാലും ഡോമിന്റെ ഒരു ഡോമിന്റെ ആ ഒരു അവസ്ഥ ആസ്വദിച്ച് പയ്യെ കാണിച്ച് സൂചിപ്പിച്ച് അങ്ങനെ തിരിച്ചടിക്കണം കൂട്ടുകാരനെ. നമ്മുടെ ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഇവിടെ ഫുള്ള് കിട്ടി, ഇവിടെ ഹാഫ് കിട്ടി, ഇവിടെ നത്തിങ് കിട്ടി. ഇനിയിപ്പോ അടുത്ത റൗണ്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ഫുഡ് ഐറ്റം റെഡി ആണ് ഗൈസ്. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മുടെ ഈ റൗണ്ടിൽ ചോക്ലേറ്റ് ഷേക്ക് ആണ് ഗൈസ്. ഓക്കെ, നമ്മള് വെച്ചിട്ടുള്ളത് നല്ല അടിപൊളി. ഓ, ഇത് കിടില, ഇത് കിടിക്കുന്നില്ല. അയ്യോ ഗൈസ്, ഇത് കിടക്കുന്ന തോന്നുന്നുണ്ട്. പണി പോലെ കർമ്മ അതിന്റെ താഴെ നോക്കിയ ചോക്ലേറ്റ് കട്ടിയായിട്ടാണ്. അതല്ല ഇവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് അടിയിരിക്കുന്നുണ്ടോ? ഓ അതെന്താ? ഇത് തകർക്കും കേട്ടാ. ഇത് ഹാഫ് കിട്ടിയാലും മതിയായിരുന്നതാണ് ഗൈസ്. ദൈവം ഈ പ്രാവശ്യം ഇങ്ങനെ എന്നെ കൈവിടല്ലേ? അറിഞ്ഞൂടാ. എടുത്തോ. ഞാൻ ഭാഗ്യദേവത തട്ടിക്കളയല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ല, ആ തട്ടിക്കളയായിരിക്കും ചിലപ്പോ. അതെ. ഓക്കെ ഗൈസ്, അപ്പൊ ആർക്കാണ് ഇവിടെ ചോക്ലേറ്റ് ഷേക്ക് കിട്ടാന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതേറെ തുറക്കുന്നത് തുറന്നോ? ഞാൻ പറഞ്ഞു ഭാഗ്യദേവത തട്ടിക്കളഞ്ഞു എന്നുള്ളത്. ഞാൻ വാണിംഗ് കൊടുത്തതാ ഇവർ. എന്നിട്ട് വീട്ടിൽ
ഇത് കള്ളക്കളി അതെ, അതായത് ഇവൻ എടുക്കാൻ നിന്നാണ് ഞാൻ എടുത്തത് ഗൈസ്. ഓക്കെ, നോക്കാം ഇവൻ എടുക്കാൻ നിന്നത് ഏതാന്നുള്ളത് അറിയാം ഗൈസ്. ഓക്കെ, വെയിറ്റ്. ഫുള്ള് കണ്ടോ ഗൈസ്? ഓക്കെ, ഫുള്ള കിട്ടിയത്. എടാ ഞാൻ പറഞ്ഞ അപ്പോഴെന്തിനു അത് തട്ടിക്കളയത് ജീവിതത്തിൽ ഫുള്ള് ഇങ്ങനെയാ. വല്ല ആവശ്യമുണ്ട്? ആദ്യം നല്ലതാണേലും അതൊന്ന് തട്ടിക്കളഞ്ഞിട്ട് ചീത്ത ചൂസ് ചെയ്യും. ഉണ്ടോ? ഓ എന്റെ പൊന്നോ, ഇതെന്ത് സാധനം? തിക്നെസിന്റെ അങ്ങേറ്റം വന്നിട്ട് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. ഇത് കംപ്ലൈന്റ് ഉണ്ടോ? സ്ട്രോ ഒന്നും പറയണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഐസ്ക്രീം ഇഷ്ടമില്ലാത്ത എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. എനിക്കാണെങ്കിൽ കണ്ണീന്നൊക്കെ വെള്ളം വരുന്നു. പൊടി അടിച്ചിട്ടാണ് തോന്നുന്നു. പൊടി അടിച്ചിട്ട് എന്തിനാണ് ബ്രോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നത്? ഇത് വേണ്ട, മറ്റേത് മതി എന്ന് പറഞ്ഞു. എനിക്ക് സങ്കടം വരുമ്പോ ഓരോ ചോക്ലേറ്റ് ഷേക്കുകൾ കുടിക്കുന്നത്. ചോക്ലേറ്റ് കട്ടയ്ക്ക് നിങ്ങളല്ലേ? ചെറീസോ? നടുക്കാരാ? പായലോ? നല്ല തലവേദന. തലവേദനയ്ക്ക് അതങ്ങനെയാ. തലവേദനയ്ക്ക് ബെസ്റ്റ് ചോക്ലേറ്റ് ഷേക്ക്. അതെ, അയാൾക്ക് ഹാഫ കിട്ടി. അത് പറഞ്ഞോട്ടെ. എത്രയായി? കണ്ണടിച്ചാന്നിരിക്കും. ഏത് അത് മറ്റേ പതയല്ലേ? അത് പതയാ, അതൊന്നുമല്ല. ഇത്രയാക്കി കള്ളത്തിനെ പറഞ്ഞാ കണ്ണടിച്ചാന്നിരിക്കുന്നു. കണ്ടോ? പത കുടിച്ചാ ഫൗള്. പത എങ്ങനെ കുടിക്കുക? പിന്നെ കളിക്കുമ്പോ പതാക കയറി വരുമല്ലേ? ഇത് ബ്രോക്ക് നഷ്ടപ്പെട്ടതിൽ ഞാൻ ഖേദിക്കുന്നു. നമ്മൾ ഈ ഒരു ചാലഞ്ചിലെ ലാസ്റ്റത്തെ റൗണ്ടിലേക്കാണ് കാര്യം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഒരു കാര്യം പറട്ടെ, എനിക്ക് ഇത്ര നേരം നത്തിങ് കിട്ടിയില്ല. മിക്കവാറും അടുത്ത റൗണ്ടിൽ അതായില്ല. ചത്തലും കിട്ടില്ല. കാരണം ഞാനിവിടെ ഉള്ളതുകൊണ്ട് വേറെ ഒരാൾക്ക് നത്തിങ് കിട്ടില്ല. എന്റെ മനസ്സ് പറയുന്ന അടുത്ത റൗണ്ടിൽ എനിക്ക് അയക്കാൻ ചാൻസ്. ഇവൻ തട്ടിക്കളയുന്നോണ്ടാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ എന്തായാലും നോക്കാം. എന്തായാലും നല്ലൊരു ഐറ്റം ആണെന്ന് പ്രതീക്ഷിക്കല്ലേ? എന്ത് ലാസ്റ്റ് റൗണ്ടിൽ നമ്മുടെ ഒരു ഫുള്ള് ഹാഫ് നത്തിങ് ചാലഞ്ചിൽ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. നിനക്ക് ഇതുവരെ നത്തിങ് 2 വട്ടം കിട്ടി, ഞങ്ങൾക്ക് 2 വട്ടം കിട്ടി. 2 അപ്പൊ 5 ഇവിടെ. ഓക്കെ, സെറ്റ് ഗൈസ്. അപ്പൊ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാം ഗൈസ്. അപ്പോ ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വന്തം ചിക്കിങ് എന്ന ഗൈസ്. ഓക്കെ, യെസ് ഗൈസ്, റാപ്പിഡ്. അതെങ്ങനെ കാണിച്ച്? അതെന്താ? ഓ അങ്ങനെയല്ല ഇരിക്കുന്നത് ഗൈസ്. ഓക്കെ, അത് കൊള്ളാം കേട്ടാ. അപ്പൊ ബർഗർ ആണെങ്കിൽ എങ്ങനെ കാണിക്കും? ഉണ്ടോ ഇങ്ങനെ ബർഗർ അടിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ റാപ്പിഡ് ബൂസ്റ്റർ ആണ് ഗൈസ്. അപ്പൊ ഈ ഒരു റൗണ്ടിലുള്ളത് എന്ത് പേരല്ല? റാപ്പിഡ് ബൂസ്റ്റർ. എന്തുകൊണ്ടായിരിക്കും റാപ്പിഡ് ബൂസ്റ്റർ എന്ന് പേര്? ശരി. അപ്പൊ നമുക്ക് ചാലഞ്ച് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാ സംശയങ്ങളും മാറിയ സ്ഥിതിക്ക് നമുക്ക് ചാലഞ്ചിലേക്ക് പോകാം ഗൈസ്. അപ്പൊ 3 പേപ്പർ ഇവിടെ ഉണ്ട്. ഫുള്ള് ഹാഫ് നത്തിങ്. ഫസ്റ്റ് എടുക്കൂല. ഓക്കെ, അവർ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കാണ് ഇവിടെ നത്തിങ് കിട്ടാത്തത്. മിക്കവാറും നത്തിങ് ആയിരിക്കും. ഞാൻ കൈ കെട്ടിയിരിക്കും. ആ ക്യാമറയൊക്കെ നോക്കും. എന്തൊക്കെ പ്രലോഭനങ്ങളിൽ ഞാൻ വീഴൂല ഗൈസ്. ഓക്കെ, ഡബിൾ ഫുൾ. ഓക്കെ ഗൈസ്, അപ്പൊ തുറന്നു നോക്കാല്ലേ? ഡോം തുറക്കട്ടെ. അയാൾക്ക് സേഫ് എങ്കിലും എന്നാ പകുതി എങ്കിലും കിട്ടും. ബ്രോ മേടിക്കണ്ട, ബ്രോയ്ക്ക് ഫുള്ള. എനിക്ക് നല്ല പേടിയുണ്ട്. ഓക്കെ, ഞാൻ തുറക്കാം. തുറന്നു. എനിക്ക് ഇത് ഞാൻ നത്തിങ് അടിക്കും. എനിക്ക് കൺഫേം ആണ് ഗൈസ്. ഇങ്ങനെ ഇരിക്കുക. ഞാൻ എടുത്തിരുന്നില്ല. എനിക്ക് ബർഗർ ഇതെന്തിനാ? എനിക്ക് വേണ്ടല്ലോ. എനിക്ക് കണ്ണ് കാണുന്നില്ല. എനിക്ക് പണ്ട് മുതൽ കണ്ണ് പിന്നെ ഒരു റോള് അതോ എന്റെ ഈ സൈഡിൽ നിന്നൊക്കെ മറ്റേ തന്തൂരി സോസ് ഇങ്ങനെ പറന്നിരിക്കുന്നുണ്ടോ? വേറെന്തോ അത് മാറിപ്പോയി വിചാരിച്ചു വാങ്ങിയത്.
മൂക്കൊത്തിരിക്കാൻ പറ്റും ചലഞ്ചില്? ഇല്ലല്ലേ? കണ്ണ് തുറന്ന് മൂക്കുകൾ തുറന്ന് വായും തുറന്ന് വേണം ഇരുന്നോ. ബ്രോ ഇതെന്താ പോണോ ഇത്? പാഴ്സലൈക്കാൻ ഈ തന്തൂരി സോസ് ഒക്കെ കുടിക്കുന്നുണ്ടോ? എന്നിട്ട് അതെന്ത് ചെയ്യാൻ പോകുന്നത്? ഇത് ഫുള്ള് തിന്നണമെന്ന് ആലോചിച്ചിട്ടാണേ. ഇതെങ്ങനെ ഇത് ഫുള്ള് ഇങ്ങനെ തിന്നു ആലോചിക്കണേ. ഈ സോസിന്റെ അകത്തേക്ക് ഫുള്ള് കഴിക്കാൻ പറ്റില്ല, കഴിക്കണ്ട. ഇല്ല അത് കുഴപ്പമില്ല. ഫുള്ള് ഞാൻ ചിലപ്പോൾ ഞാൻ കഴിക്കും. ഫസ്റ്റ് ബൈറ്റേക്ക് തന്തൂരി സോസ് ഇങ്ങനെ അകത്തേക്ക് ചിക്കന്റെ കൂടെയും ബ്രെഡിന്റെ ബണ്ണെങ്കിൽ ബണ്ണ് അതിന്റെ കൂടെ ഇങ്ങനെ ഒരു പ്രത്യേക തരം ടേസ്റ്റാ. നാവ് കൂട്ടി കഴിക്കണേ ബ്രോക്ക്. ബ്രോ പയ്യെ കൂൾ. ചിക്കന്റെ പീസൊക്കെ താഴെ പോകരുത്, പ്രോട്ടീൻ ആണ്. നോർമൽ അല്ല, അകത്ത് ഫീലിങ്സ് നോക്കിയേ. എന്താണ്? ഭയങ്കര ചിക്കൻ അല്ല, കഴിച്ചു. ഡോമിനെ കഴിച്ചു. ചിക്കിങ് എന്ന് പറഞ്ഞ് പറ്റിച്ചു. താറാവ് വന്നിട്ടുള്ളില് നമ്മള് ചിക്കിങ് എപ്പോ പോയാലും ഇവൻ ട്രാപ്പിൽ പോസ്റ്റല്ലേ ഇവരുടെ ഫേവറേറ്റ് അല്ലേ? അയ്യോ ഞാൻ ചിരിച്ചേ നിക്കൂ, എനിക്ക് നല്ല വിശപ്പോട്ട്. ഇതിന് വേണ്ടിട്ടാണ് വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. തന്തൂരി ഉണ്ടോ? പൊങ്ങിയിരിക്കുന്നുണ്ടോ തന്തൂരി സോസ്? കഴുത്തിന് കഴുത്ത് തിരിയുന്നില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാണ്. 4 റൗണ്ടും നത്തിങ് കിട്ടാൻ അപ്പോഴേ ഞാൻ ഊഹിച്ചാണ് കറങ്ങി തിരിഞ്ഞ് എന്റെ തലയ്ക്ക് വീഴുന്നുള്ളത്. എന്തോരം പ്രോട്ടീനാ വേസ്റ്റ് ആയ, അതിലാണ് സങ്കടം. ആകെ അതിന്റെ പകുതിയാണ് കിട്ടിയേക്കുന്നത്. കാട്ടിക്കൊണ്ടിലുണ്ടാകാ ഫുള്ള് കിട്ടി കിടക്കാം. ബണ്ണിനെങ്ങനെ കയ്യും കാലും ഉടനെ തടിച്ച് എത്ര നേരെയാണോ മുറിച്ച് വെച്ചിട്ട് തിന്നൂടെ? എനിക്ക് ഹാഫ് കിട്ടിയ പിന്നെ ഈ ഹാഫ് മാറ്റി വെച്ചൂടെ? അതെന്താ ഈ ഹാഫ് മാറ്റി വെക്കണം? അടുത്ത് വെക്കാൻ പാടില്ല, പോളാ. അടുത്ത് വെച്ചാ മാറ്റി വെച്ചു. സത്യം പറഞ്ഞാൽ ആ തന്തൂരി അവിടെ ഇരിക്കുന്നുണ്ടോ അതിന്റെ ഇടയിൽ? ആ ചിക്കൻ്റെ ഇടയിൽ. ഓ ഇത് മതിയായി. മതിയല്ല, ഞാനിങ്ങനെ ആസ്വദിച്ച് തിന്നാൻ വേണ്ടിയില്ലേ. ആസ്വദിച്ചിപ്പം ബ്രോ ഇതൊക്കെ അങ്ങനെ കഴിക്കാൻ പാടില്ല, അറിയാലോ. കോഴിയാണ്. കോഴി ജീവനുള്ള വസ്തുക്കളാ. ജീവനുള്ള കഴിക്കാൻ പാടില്ല. ഈ ഇല വേണി തിന്ന അതൊക്കെ കറങ്ങി തിന്ന്. അതൊന്നും ആസ്വദിച്ച് ഞാൻ നോക്കുന്നില്ല. സൈഡിലെ റേറ്റ് അടിപൊളിയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാലഞ്ച് വീഡിയോ നമ്മൾ വീണ്ടും വരുന്നേക്കാം. അതുവരെ ടാറ്റാ.